വിവരവിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് 8 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അധ്യായം 7 കമ്പ്യൂട്ടറിലെ പരീക്ഷണശാലകൾ. ശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസവും എല്ലാം പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയാണല്ലോ. പുരാതന മനുഷ്യൻ അവന്റെ ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളാണ് ശാസ്ത്രത്തിന്റെ അടിത്തറ. ഓരോ കണ്ടെത്തലും തിരിച്ചറിവും ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ചവിട്ടുകല്ലുകളാണ്. ഇന്ന് നാം എത്തി നിൽക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ വളരെ മികച്ച നിലയിൽ പ്രയോജനപ്പെടുത്തുന്നു. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ചെറു പരീക്ഷണങ്ങൾ മുതൽ അതിസങ്കീർണമായവ വരെ ചെയ്യുവാൻ സഹായിക്കുന്ന വെർച്വൽ ലാബുകൾ ഇന്നുണ്ട്. നമ്മുടെ ശാസ്ത്രപാഠങ്ങൾ രസകരമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും ഇന്ന് ലഭ്യമാണ്. ഇവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ പദാർത്ഥ കണികകളും താപനിലയും എന്ന നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണികാ ക്രമീകരണം ഇവിടെ നമുക്ക് കാണാം. ഖരം, ദ്രാവകം, വാതകം. ഈ അവസ്ഥയിൽ ഈ പദാർത്ഥങ്ങളിലുള്ള കണികകളുടെ സ്വഭാവം, കണികൾ തമ്മിൽ അകലമുണ്ട്, കണികകൾ നിരന്തരം ചലിക്കുന്നു, കണികൾ പരസ്പരം ആകർഷിക്കുന്നു. വിവിധ അവസ്ഥകളിൽ ഈ സവിശേഷതകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷതകൾ നമ്മുടെ സയൻസ് പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വ്യത്യസ്ത രൂപങ്ങളുള്ളവ, വ്യത്യസ്ത സ്വഭാവ വിശേഷമുള്ളവ, വ്യത്യസ്ത മണവും നിറവും രുചിയും ഉള്ളവ, അങ്ങനെ എന്തെല്ലാം. ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ പ്രപഞ്ചത്തിനും രൂപവും ഭാവവും ഭംഗിയും ലഭിച്ചിരിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന സാമഗ്രികൾ എന്നിവയെല്ലാം വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ളവയാണല്ലോ. ഈ പദാർത്ഥങ്ങളെല്ലാം ചെറു കണികകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഇവയിലെ കണികാ ക്രമീകരണത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾ ശാസ്ത്ര ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ കണികകളുടെ സ്വഭാവം നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നത് ആധുനിക സൂക്ഷ്മദർശിനികൾ ഉപയോഗിച്ചാൽ പോലും പ്രയാസമാണ്. എന്നാൽ പദാർത്ഥങ്ങളിലെ കണികാ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്ന സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ ഇന്നുണ്ട്. ഐറ്റേറ്റ് സ്കൂൾ ഗ്നു ലിനക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫെറ്റ് ഇത്തരമൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. പ്രവർത്തനം 7.1. ഒരു പദാർത്ഥത്തിന്റെ താപനില മാറുന്നതിനനുസരിച്ച് അതിലെ കണികകളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഈ പ്രതിഭാസം ഫെറ്റ് സിമുലേഷൻ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫെറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ ചില സൂചനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഫെറ്റ് സോഫ്റ്റ്വെയർ തുറക്കാം. ഇതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് മെനുവിൽ സ്കൂൾ റിസോഴ്സസിൽ ഫെറ്റ് എന്ന ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് കാണാം. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെറ്റ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നതിൽ ആദ്യമായി കാണുന്ന സ്റ്റേറ്റ്സ് എന്ന ഈ ഭാഗത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഈ ജാലകത്തിൽ ഇതിന്റെ ഓരോ ഐക്കണുകളും എന്താണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നാമതായി നൽകിയിട്ടുള്ളത് താപനില മാറ്റാനുള്ള ഒരു കൺട്രോളാണ്. നമുക്കിവിടെ ഹീറ്റ് കൂട്ടുവാനും കുറക്കുവാനും കഴിയും. ഇവിടെ നിയോൺ വാതകമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. 14 കെൽവിനാണ് ഇവിടെ ടെമ്പറേച്ചർ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ ടെമ്പറേച്ചർ നോക്കൂ, താപനില യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് അല്ലെങ്കിൽ കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ ഇതിന്റെ ഈ 4ാമത്തെ ടൂൾ ഇവിടെ കാണിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ 14K എന്ന് എഴുതിയതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -250 ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിൽ അങ്ങോട്ടും അതിനെ മാറ്റാം. മറ്റൊന്ന് പദാർത്ഥങ്ങളുടെ അവസ്ഥ മാറ്റാനുള്ള ഒന്ന് രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാം. പദാർത്ഥങ്ങളുടെ അവസ്ഥ മാറ്റാൻ ഇപ്പോൾ ഇത് ഇവിടെ കാണുന്നത് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മളിവിടെ കാണുന്നത്. ദെൻ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലേക്കും അതുപോലെ ഗ്യാസ് സ്റ്റേറ്റിലേക്കും നമുക്ക് മാറ്റാം. ഓരോ സമയത്തും പദാർത്ഥങ്ങളിലുള്ള കണികകളുടെ ചലനത്തിലും അവരുടെ ആകർഷണത്തിലുമൊക്കെ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക. ഇനി ഇവിടെ നിയോൺ, അതിനു പകരം നമുക്ക് ആർഗോൺ, അതുപോലെ ഓക്സിജൻ, അതുപോലെ വാട്ടർ എന്നിവയൊക്കെ നമുക്ക് മാറ്റാം. നോക്കൂ, -116 ഡിഗ്രിയിൽ വെള്ളം നമ്മൾ ഇവിടെ ഖരാവസ്ഥയിലാണ്. അത് വെള്ളം സാധാരണ 55 ഡിഗ്രി സെൽഷ്യസ്, സാധാരണ ഒരു ചൂടിൽ ഇത് ലിക്വിഡാണ്. ഇനി എപ്പോഴാണ് ഇത് ഗ്യാസ് ആവുക? നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിന്റെ താഴെയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നീക്കുന്ന സമയത്ത് ഇത് ചൂടാവുന്നത് നമുക്ക് കാണാം.
ചൂടാവുന്ന സമയത്ത് അതിലുള്ള കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അത് ഒരു വാതക അവസ്ഥയിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. നോക്കൂ, 696 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മളിപ്പോൾ ചൂടാക്കിയത്. ഗ്യാസ് ആവുന്ന സമയത്ത് 536 ഡിഗ്രി സെൽഷ്യസ് മുതൽ തന്നെ ഇത് ഗ്യാസ് ആയി മാറുന്നു. അതുപോലെ ഇതിനെ നമുക്ക് തണുപ്പിക്കാനും കഴിയും. കൂൾ എന്ന ഈ താഴത്തേക്ക് ഈ സ്ലൈഡറിനെ നീക്കുകയാണെങ്കിൽ ഇതിനെ തണുപ്പിക്കുകയും ചെയ്യാം. നോക്കൂ, ഇത് തണുപ്പിച്ച് നമ്മളിപ്പോൾ 135 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ചു. വീണ്ടും നമ്മൾ ഇതിനെ തണുപ്പിക്കുകയാണെങ്കിൽ ഒരു 33 ഡിഗ്രി ഒക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഒരു ദ്രാവകാവസ്ഥയിലേക്ക് വെള്ളം മാറിയിട്ടുണ്ടാവും. വീണ്ടും ഇതിനെ തണുപ്പിക്കുകയാണെങ്കിൽ ഒരു -195 ഡിഗ്രി വരെയൊക്കെ തണുപ്പിക്കുന്ന സമയത്ത് ഇത് ഐസ് കട്ടയായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കറിയാം ഇവിടെ സോളിഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ -116 ഡിഗ്രി സെൽഷ്യസ് മുതൽ തന്നെ ഇത് ഐസ് കട്ടയാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പദാർത്ഥങ്ങളുടെയും ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും താപനിലയും ഒക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. ലളിതമായ ഈ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? ഖരം, ദ്രാവകം, വാതകം എന്നിവയിൽ ഏതവസ്ഥയിലാണ് കണികൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു സമയത്താണ്. നോക്കൂ, നിയോൺ ആണെങ്കിലും അതുപോലെ ആർഗൺ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ സോളിഡ് സ്റ്റേറ്റിലാണ് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. മറ്റൊന്ന്, പദാർത്ഥത്തിൽ താപനില മാറുന്നതിനനുസരിച്ച് അതിലെ കണികളുടെ സ്വഭാവത്തിൽ എന്തു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഒരു നിരീക്ഷണക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. താപനില മാറ്റുന്നതിനനുസരിച്ച് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ഇതിന്റെ താപനില വ്യത്യാസപ്പെടുന്നു. ഈ താപനില കാണുന്നത് ഇവിടെ ഈ മീറ്ററിൽ നമുക്ക് എത്ര താപം ആയിട്ടുണ്ട്. ഇപ്പോൾ 73 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത് വെള്ളത്തിന്റെ. വീണ്ടും ചൂടാക്കുന്ന സമയത്ത് അത് ഗ്യാസായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക.